ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ചിക്കൻ പാസ്ത റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. മാത്രമല്ല നമ്മളെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും. വളരെ ടേസ്റ്റിയാണ്. അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 250 ഗ്രാം പാസ്തയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ അതിന് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ചിക്കൻ എടുക്കാം. പിന്നെ അതാ ഒരു മീഡിയം വലുപ്പത്തിലുള്ളൊരു സവാള, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി, ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും, കുറച്ച് ചപ്പും. നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് ചൂടാൻ വെച്ചിട്ടുണ്ട്. അന്നതാ ഈ പാസ്ത നമുക്കൊന്ന് കഴുകണമെങ്കിൽ വെള്ളം ചെറുങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10-15 മിനിറ്റിനടുത്ത് ഇതുപോലെ നന്നായിട്ട് വെട്ടി തെളിച്ചതിന് ശേഷം നമുക്കിതൊരു ഊറ്റുപാത്രത്തിലേക്ക് ഊറ്റിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വീണൊന്ന് സെറ്റായിട്ട് വരട്ടെ. അപ്പോഴേക്കും നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ സവാള കുറച്ചൊന്ന് വാടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ചൊന്ന് ഏകദേശം നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അതുവരെ ഇതുപോലെ കുറച്ച് ഓവർ ലോ ഫ്ലെയിമോ അല്ല, ആണ്ട് ഒരു മീഡിയം ലെവലിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് കംപ്ലീറ്റ് ഇട്ട് കൊടുക്കാം. തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, ചപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ വെജിറ്റബിൾസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരുപാട് അങ്ങോട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അത് നമ്മളൊരു ഏകദേശം ഒന്ന് വഴന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതാ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണാണ് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിതിൽ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ അതാ ഏകദേശം മസാല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ആഡ് ചെയ്തിട്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി ഈ മസാലയും ചിക്കനും തമ്മിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ മസാല ഒക്കെ ഒരു സൈഡിലേക്ക് ആക്കി വെക്കാം. ഇതിലേക്ക് മസാല ആക്കിയതിന് ശേഷം ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. കുറച്ചൊന്ന് ചൂടായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഏകദേശം ഈ ഒരു ലെവലിൽ വെന്ത് വന്നാൽ മതി. എന്നിട്ട് അതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പാസ്തയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം മുട്ട വറുക്കാനും ഒക്കെ ചെയ്യേണ്ടത്. പാസ്ത ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അവസാനം കുറച്ച് ചപ്പൊക്കെ കുറച്ചും കൂടി ബാക്കി വന്ന കുറച്ചും കൂടി ചപ്പൊക്കെ വിതറിയിട്ടതിന് ശേഷം നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. കാരണം ഒരുപാട് എരിവോ ഒന്നും ഉണ്ടാകത്തില്ല. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ തോന്നും. ഇത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പം ചിക്കനും എഗ്ഗും അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഇതിലധികം നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.